പിന്നെ ആദ്യമായിട്ട് തൃശ്ശൂരിലെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. കാലുകുത്തിയിട്ടില്ല. കിണ്ണി തൃശ്ശൂരിൽ. കിണ്ണി വാ. ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിലാണ്. അപ്പോൾ 1-2 സാധനങ്ങൾ തപ്പി വന്നതാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പറയാം. അത് നേരത്തെ കണ്ടത്, അത് നമുക്ക് പറ്റൂല. അത് പഴയ മോഡല്. കളറൊന്നും മാറ്റാൻ നിൽക്കണ്ട. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ. എവിടെ വാട്ടർ വാഷ് ചെയ്യണോന്ന് എവിടെ അത് സാധാരണ നമ്മള് സർവീസ് കൊടുത്ത് വെള്ളടിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് കരിയും കരടൊക്കെ കളഞ്ഞിട്ട് വെക്കാൻ. കിണ്ണിയുടെ വണ്ടിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കിട്ടി. തൃശ്ശൂർ വന്ന കാര്യങ്ങൾ നടന്നു. ബുള്ളറ്റിന്റെ ടാങ്ക് വേണമായിരുന്നു, അത് കിട്ടി. കാറിന്റെ ഷോക്ക് പോയി, അത് തപ്പി നടന്നിട്ട് എങ്ങൊന്നും കിട്ടിയില്ല. സർവീസ് സെന്ററിലൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരെണ്ണം കിട്ടി. ഇനി അത് ഫിറ്റ് ചെയ്ത് നോക്കണം, വർക്കാവോന്ന് നോക്കണം. വർക്കാവൂന്നാണ് അവർ പറയണത്. ആള് 100% ഉറപ്പ് തന്നു. അപ്പൊ അത് നോക്കണം. ഇല്ല തിരിച്ചു കൊടുത്താൽ എടുക്കൂന്ന് പറഞ്ഞു. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. നമ്മള് കാറിലൊരു വണ്ടിയുടെ സൗണ്ട് കാരണം കേൾക്കില്ലേ? ആ, അടുത്ത പരിപാടി ഞങ്ങൾക്ക് ഇതുകൊണ്ട് ലോക്ക് കൊണ്ട് കാറ് ഫിറ്റ് ചെയ്യണം. പിന്നെ കാറിലൊരു 360 ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എന്തായിരുന്നു കാലിബ്രേഷൻ. ഒരാഴ്ചയായി ഫിറ്റ് ചെയ്തിട്ട് അന്ന് സമയം കിട്ടിയില്ല കാലിബ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇന്ന് അതിന്റെ കാലിബ്രേഷൻ പരിപാടി ചെയ്യണം. പോകലാകുമ്പോ ഒരെണ്ണം അടിച്ചു പോയിട്ടുണ്ട്, അത് കിട്ടുമെന്ന് നോക്കണം. പിന്നെ അങ്ങനെ കുറച്ച് കൊച്ചു പണികള്. അപ്പൊ ഓക്കെ, ഞങ്ങളിനി ആകാശപാത കയറാൻ പോവാണ്. കിണ്ണി ആദ്യമായിട്ട് ആകാശപാത കയറാൻ പോവാണ്. കിണ്ണിയുടെ ആദ്യത്തെ ആകാശപാത വിശേഷങ്ങൾ. ഞങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ വന്ന് ആദ്യമായിട്ടാണ് ഈ ആകാശപാത കയറണം ഇവിടെ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയമാണ്. എൻ്റെ വാച്ചില് 3 മണി 2 മണിയായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നമ്മളൊരു ക്യാമറയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. കാറിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് ഒരു കാലിബ്രേറ്റ് ചെയ്യാനുണ്ടായിരുന്നു വണ്ടിക്ക്. അപ്പോൾ ഞങ്ങൾ വണ്ടി കാലിബ്രേറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. ഇന്നെന്ന് പറയാൻ ഫുൾ അലച്ചിലായിരുന്നു, വല്ലാത്ത അലച്ചിലായിരുന്നു. ഇനി കാറിൻ്റെ ഡോറ് നന്നാക്കാൻ ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കണം. നമുക്ക് ഡോറിൻ്റെ ലോക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പം അത് നന്നാക്കാൻ. എന്തിനാ കരയണേ? ഇങ്ങോട്ടൊക്കെ അങ്ങനെ അവസാനം കാറിൻ്റെ ഡോറ് ശരിയായി. മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, വാങ്ങിക്കൊണ്ട് വന്ന സാധനം അതിന് സ്യൂട്ടാവുമോന്ന്. പക്ഷെ പേടിച്ച പോലൊന്നും നമ്മൾ സംഭവിച്ചില്ല. സംഗതി വർക്കായി.